രാജ്യത്തെ 440 ജില്ലകളിലെ ഭൂഗർഭജലത്തിൽ നൈട്രേറ്റിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തൽ. 20% സാമ്പിളുകളിലും നൈട്രേറ്റിന്റെ അളവ് അനുവദനീയമായ അളവിൽ കൂടുതലാണെന്ന് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നൈട്രേറ്റ് കൂടുന്നത് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് നൈട്രജൻ അധിഷ്ഠിത രാസവളങ്ങൾ ഉപയോഗിക്കുന്ന കാർഷിക മേഖലകളിലാണ് ഭൂഗർഭജലത്തിൽ നൈട്രേറ്റിന്റെ അളവ് കൂടുതൽ. വാർഷിക ഭൂഗർഭജല ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം 9.04% സാമ്പിളുകളിലും സുരക്ഷിതമായ പരിധിക്ക് മുകളിൽ ഫ്ലൂറൈഡിന്റെ അളവുണ്ടെന്നും 3.55% ആർസനിക് സാന്നിധ്യമുണ്ടെന്നും പറയുന്നുണ്ട്. 2023 മെയ് മാസത്തിൽ ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി രാജ്യവ്യാപകമായി 15,259 നിരീക്ഷണ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ഇതിൽ 25% കിണറുകളും വിശദമായി പഠിച്ചു. കുടിവെള്ളത്തിനായി ലോകാരോഗ്യ സംഘടനയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും നിശ്ചയിച്ചിട്ടുള്ള ലിറ്ററിന് 45 മില്ലിഗ്രാം എന്ന നൈട്രേറ്റ് പരിധി 20% ജലസാമ്പിളുകളിലും കൂടുതലാണെന്ന് കണ്ടെത്തി. രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ 40%-ലധികം സാമ്പിളുകളിലും നൈട്രേറ്റ് അംശം കൂടുതലായിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ 35.74%, തെലങ്കാനയിൽ 27.48%, ആന്ധ്രാപ്രദേശിൽ 23.5%, മധ്യപ്രദേശിൽ 22.58% എന്നിങ്ങനെയായിരുന്നു കണക്ക്. എന്നാൽ കേരളം, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ കുറഞ്ഞ ശതമാനം രേഖപ്പെടുത്തി. അരുണാചൽ പ്രദേശ്, അസം, ഗോവ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നിവിടങ്ങളിലും എല്ലാ സാമ്പിളുകളും സുരക്ഷിതമായ പരിധിയിലാണ്. ഉയർന്ന നൈട്രേറ്റിന്റെ അളവ് ശിശുക്കളിൽ ബ്ലൂ ബേബി സിൻഡ്രോം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഭൂഗർഭജലത്തിലെ ഉയർന്ന നൈട്രേറ്റിന്റെ അളവ് അമിതമായ ജലസേചനത്തിന്റെ ഫലമാകാമെന്നാണ് കണ്ടെത്തൽ. അമിത ജലസേചനം രാസവളങ്ങളിൽ നിന്നുള്ള നൈട്രേറ്റുകളെ മണ്ണിലേക്ക് ആഴത്തിൽ തള്ളിവിടും.